മൊഡ്യൂൾ 2-ൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റാങ്കൈൻസ് എർത്ത് പ്രഷർ ഇൻ കൊഹസീവ് സോയിലാണ്. ഓക്കെ, അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസും ഇക്വേഷൻസും എല്ലാം എന്തിൻ്റെയാണ്? കൊഹഷൻലെസ് സോയിലിൻ്റെയാണ്. കാരണം എന്താണ്? ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലോ നമ്മൾ പറഞ്ഞ ഇക്വേഷനിലോ ഒന്നും സി എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഇല്ല. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഹഷൻ. സോ കൊഹഷൻ 0 ആയിട്ടുള്ള സോയിൽ എന്താണ്? കൊഹഷൻലെസ് സോയിലാണ്, അല്ലെങ്കിൽ സാൻഡി സോയിൽ. സാൻഡി സോയിലാണ് കൊഹഷൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ പറയാൻ പോണത് കൊഹസീവ് സോയിലിൻ്റെ കേസാണ്. ദാറ്റ് മീൻസ് കൊഹസീവ് സോയിൽ എന്ന് പറയുമ്പോൾ ക്ലേ പോലെയുള്ള സോയിൽ. ആ സോയിലിൽ എന്ത് വരും? സി എന്ന് പറഞ്ഞ ഒരു പാരാമീറ്ററും കൂടെ വരും. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഇതിൻ്റെ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ഫൈ തന്നിട്ടുണ്ടായിരുന്നു, ഗാമ തരും, എച്ച് തരും, അതൊക്കെ തരും. ഈ പ്രോബ്ലത്തിൽ അത് കൂടാതെ ഒരു എക്സ്ട്രാ ടേമും കൂടെ വരും. എന്താണ്? സി. സി എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലം എന്താണ്? സി 0 ആയിട്ടുള്ള സോയിലിൻ്റെ കേസാണ്, അതായത് കൊഹഷൻലെസ് സോയിലിൻ്റെ കേസാണ്. ഇനി നമ്മൾ പറയാൻ പോണത് കൊഹസീവ് സോയിലിൻ്റെ കേസാണ്. കൊഹസീവ് സോയിലിൽ എങ്ങനെയാണ് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക? ശ്രദ്ധിക്കുക. ഫോർ കൊഹസീവ് സോയിൽ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷനാണ് PA = KA-Γh - 2C√Ka. എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ മുന്നേ പറഞ്ഞ ഇക്വേഷനിൽ, അതായത് കൊഹഷൻലെസ് സോയിലിൻ്റെ കേസിൽ PA = എന്താണ്? KA-Γh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്ത് വരും? കൊഹസീവ് സോയിലാവുമ്പോൾ അതിൻ്റെ കൂടെ -2C√Ka എന്ന് പറഞ്ഞൊരു ടേമും കൂടെ വരും. അപ്പോൾ നമ്മൾ മുന്നേ ഒക്കെ പ്രോബ്ലത്തിൽ സർഫസിൽ H 0 ആണ്, സോ PA = 0 അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കൊഹസീവ് സോയിലിൻ്റെ കേസിൽ H 0 ആണെങ്കിലും സർഫസിൽ H 0 ആണെങ്കിലും വേറൊരു ടേം വരും. എന്താണ്? PA = -2C√Ka. അതായത് ഗ്രൗണ്ട് ലെവലിൽ PAക്ക് ഒരു വാല്യൂ ഉണ്ട്, 0 അല്ല. എത്രയാണ് PA? -2C√Ka. ഇനി PA = ഇപ്പം നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ -2C√Ka എന്നാണ് കിട്ടിയത് അല്ലേ? ഈ മൈനസ് സൈൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? പ്രഷർ നെഗറ്റീവ് ആണ്. ഓക്കെ, മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ പ്രഷർ നെഗറ്റീവ് ആണ്. അതായത് എന്താണ്? ഈ റിട്ടൈനിങ് വാളിനെ പുള്ള് ചെയ്യണ ഒരു എഫക്റ്റാണ് അവിടെ വരിക. സാധാരണ രീതിയിൽ ഈ സോയിൽ ബാക്ക് ഫില്ല് റിട്ടൈനിങ് വാളിനെ തള്ളുന്ന ഒരു എഫക്റ്റ് ആണെങ്കിൽ, ഈ കേസിൽ എങ്ങനെയാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത്? എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാളിനെ പുള്ള് ചെയ്യണ ഒരു എഫക്റ്റാണ് അവിടെ വരിക. ഇനി ആ എഫക്റ്റ് എന്ത് ചെയ്യും? ഡെപ്ത് കൂടുന്തോറും കുറഞ്ഞ് വരും. അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ് എന്ത് ചെയ്യും? ഡെപ്ത് കൂടുന്തോറും കുറഞ്ഞ് വന്ന് ഒരു പർട്ടിക്കുലർ ഡെപ്തിലെത്തുമ്പോൾ എന്താണ്? 0 ആവും. ഒരു പർട്ടിക്കുലർ ഡെപ്തിലെത്തുമ്പോൾ ആ എഫക്റ്റ് 0 ആവും. ദാറ്റ് മീൻസ് എർത്ത് പ്രഷർ 0 ആവും. ആ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയാ? സെറ്റ് സി എന്ന് പറയാം. അതായത് സെറ്റ് സി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആണ്. അതായത് നമ്മൾ പറഞ്ഞു സർഫസിൽ എന്താണ്? ഇപ്പം നമുക്ക് PA നെഗറ്റീവ് ആണെന്ന് കിട്ടി. അതായത് അവിടെ എന്ത് എഫക്റ്റ് ആണ്? റിട്ടൈനിങ് വാളിനെ പുള്ളിയുടെ രീതിയിലുള്ള ഒരു എഫക്റ്റ് ആണ് വരിക. ആ എഫക്റ്റ് ഡെപ്ത് കൂടുന്തോറും കുറഞ്ഞ് വരും. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴത്തേക്ക് പോകുന്തോറും കുറഞ്ഞ് വരും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്താണ്? അത് 0 ആവും. ആ ഡെപ്തിനെയാണ് നമ്മൾ സെറ്റ് സി എന്ന് പറയാം. അതായത് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ എത്തുമ്പോൾ നമ്മളെ എർത്ത് പ്രഷർ 0 ആവും. ആ ഡെപ്താണ് സെറ്റ് സി. ഇനി നമുക്ക് ആ ഡെപ്ത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PA = KA-Γh - 2C√Ka ആണ്. അതിൽ Hന് എന്ത് കൊടുക്കുക? സെറ്റ് സി കൊടുക്കുക. കാരണം ആ സെറ്റ് സി എന്ന് പറഞ്ഞ ഡെപ്തിലാണല്ലോ നമ്മൾ എർത്ത് പ്രഷർ 0 ആവുന്നത്. സോ നമ്മൾ Hന് സെറ്റ് സി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? =0 എന്ന് എഴുതി ഇക്വേറ്റ് ചെയ്യാം. അതായത് KA-Γ സെറ്റ് സി - 2C√Ka = 0. അതൊന്ന് എന്ത് കിട്ടും? KA-Γ സെറ്റ് സി = 2C√Ka. സോ സെറ്റ് സി = 2C√Ka/KA-Γ എന്ന് കിട്ടും. ഓക്കെ, ഇനി മുകളിലുള്ള താഴെയുള്ള KAനെ നമുക്ക് √Ka × √Ka എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ഒരു √Ka, താഴെയുള്ള √Ka ക്യാൻസൽ ചെയ്ത് പോകും. സോ സെറ്റ് സി = 2C/√Ka × Γ. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? സെറ്റ് സി, അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്കിൻ്റെ ഇക്വേഷൻ. കണ്ടോ? ദിസ് ഡെപ്ത് സെറ്റ് സി ഈസ് നോൺ ആസ് ദ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. ഇനി ഈ ഡെപ്തിൽ, അതായത് സെറ്റ് സി എന്ന് പറഞ്ഞ ഡെപ്തിൽ സോയിൽ വാൾ ഇൻ്റർഫേസിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സെറ്റ് സി എന്ന് പറഞ്ഞ ഡെപ്തിൽ സോയിൽ വാൾ ഇൻ്റർഫേസിൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ കൊഹസീവ് സോയിലിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷൻ
ചോദിക്കും നമ്മളോട്. അതായത് ബിഫോർ ടെൻസൈൽ ക്രാക്ക് എന്താണ് എർത്ത് പ്രഷർ, ആഫ്റ്റർ ടെൻസൈൽ ക്രാക്ക് എന്താണ് എർത്ത് പ്രഷർ, അങ്ങനെ രണ്ട് കണ്ടീഷൻ തന്നിട്ടാണ് നിങ്ങളോട് ചോദിക്കുക. അല്ലാതെ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഇതുവരെ എങ്ങനെയാണ് ചെയ്തത്, ഡിറ്റർമിൻ ദ ആക്റ്റീവ് എർത്ത് പ്രഷർ അല്ലെങ്കിൽ ഡിറ്റർമിൻ ദ പാസീവ് എർത്ത് പ്രഷർ അങ്ങനെയാണ് ചോദിച്ചത്. ഇനി കൊഹസീവ് സോയിലിൻ്റെ കേസിൽ അങ്ങനെയല്ല ചോദിക്കാം. എന്താണ്, ഡിറ്റർമിൻ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണെങ്കിൽ ഡിറ്റർമിൻ ദ ആക്റ്റീവ് എർത്ത് പ്രഷർ ബിഫോർ ടെൻസൈൽ ക്രാക്ക് ആൻഡ് ആഫ്റ്റർ ടെൻസൈൽ ക്രാക്ക്, അങ്ങനെ രണ്ട് കണ്ടീഷനായിട്ടാണ് ചോദിക്കാം. അപ്പോൾ ബിഫോർ ദ ടെൻസൈൽ ക്രാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ റിട്ടൈനിങ് വാൾ ഈക്വൽ ടു ടോട്ടൽ ഏരിയ ഓഫ് ദ പ്രഷർ ഡയഗ്രാം. ഓക്കെ, അതായത് ബിഫോർ ടെൻസൈൽ ക്രാക്ക് എന്താണ് എർത്ത് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കേസിൽ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ കണ്ട പോലെ തന്നെ ടോട്ടൽ എർത്ത് പ്രഷർ ആക്ടിങ് ഓൺ റിട്ടൈനിങ് വാൾ പെർ യൂണിറ്റ് ലെങ്ത് ഈക്വൽ ടു എന്താണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രഷർ ഡയഗ്രത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ കൺസിഡർ ചെയ്യാം. അതേസമയം ആഫ്റ്റർ ടെൻസൈൽ ക്രാക്ക് എന്താണ് എർത്ത് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മാത്രം കണ്ടാൽ മതി, കണ്ടോ, ഈക്വൽ ടു ഏരിയ ഓഫ് പ്രഷർ ഡയഗ്രാം ആഫ്റ്റർ ടെൻസൈൽ ക്രാക്ക്. അതായത് സെറ്റ് എന്ന് പറഞ്ഞ ഡെപ്തിൽ ടെൻസൈൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുമല്ലോ, അതിനുശേഷം എന്താണ് എർത്ത് പ്രഷർ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഡയഗ്രാം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഫിഗർ നോക്കുക, സർഫസിൽ കണ്ടോ, ഡയഗ്രത്തിൽ വന്ന ചേഞ്ച് കണ്ടോ, സർഫസിൽ എന്താണ് നമ്മൾ എർത്ത് പ്രഷർ എന്താ, -2c√k. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കണ പോലെ ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് വരയ്ക്കരുത്, നേരെ ഓപ്പോസിറ്റ് വരയ്ക്കണം. 2c√k ഓപ്പോസിറ്റ് വരയ്ക്കാം. പിന്നെ h എന്ന് പറഞ്ഞ ഡെപ്ത് താഴെ എത്രയാണ്, k -2c√k, അത് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇനി ആരോ മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കുക. ഇനി കണ്ടോ, ഈ പോയിന്റിൽ എന്താണ്, എർത്ത് പ്രഷർ 0 ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, എന്താണ്, കുറഞ്ഞ് സർഫസിൽ നെഗറ്റീവാണ്, അത് കുറഞ്ഞ് അല്ലെങ്കിൽ ആ പുള്ളിയുടെ എഫക്റ്റ് കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ ഡെപ്തിലെത്തുമ്പോൾ 0 ആവുമെന്ന് പറഞ്ഞു. അതാണ് ഈ പോയിന്റ് മാർക്ക് ചെയ്തത്. കണ്ടോ, ഇതാണ് സെറ്റ് സി, ഗ്രൗണ്ട് ലെവൽ തൊട്ടിട്ട് ഈ പോയിന്റ് വരെയുള്ള ഡെപ്താണ് സെറ്റ് സി. ഇനി നമ്മളെന്താ പറഞ്ഞത്, ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ടെൻസൈൽ ക്രാക്ക്, ആ കേസിൽ നമ്മളോട് എത്രയാണ് എർത്ത് പ്രഷർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയഗ്രാം മുഴുവനായിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഈ ഡയഗ്രാം കൺസിഡർ ചെയ്യണം, ഈ ഡയഗ്രാം കൺസിഡർ ചെയ്യണം. അതേസമയം ആഫ്റ്റർ ടെൻസൈൽ ക്രാക്ക് എന്താണ് എർത്ത് പ്രഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കൺസിഡർ ചെയ്താൽ മതി, ഈ ഡയഗ്രാം മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് സെറ്റ് സി എന്ന് പറഞ്ഞ ഡെപ്തിൻ്റെ താഴെ ഉള്ള ഡയഗ്രാം മാത്രം എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് പാസീവ് എർത്ത് പ്രഷർ. ഇപ്പം നമ്മൾ പറഞ്ഞത് കൊഹസീവ് സോയിലിൻ്റെ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസാണ്. ഇനി കൊഹസീവ് സോയിലിൻ്റെ പാസീവ് എർത്ത് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ കൊഹഷനുള്ള സോയിലിൽ എന്താണ് പാസീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ പഠിച്ചത്, PP = Kp∆H. ഇവിടെ എന്ത് വരും, പ്ലസ് ഒരു എക്സ്ട്രാ ടേം കൂടെ വരും, 2c√Kp. പ്ലസ് ആണ്, നേരത്തെ ആക്റ്റീവിൽ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, പ്ലസ് 2c√Kp എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വരിക, സർഫസിൽ h0 ആണ്, സോ എന്ത് വരും, PP = 2c√Kp വരും. താഴെ എന്ത് വരും, h എന്ന് പറഞ്ഞ ഡെപ്ത് താഴെ Kp∆H പ്ലസ് 2c√Kp. മാർക്ക് ചെയ്ത് കണ്ടോ, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യണ പോലെ തന്നെ ഈ ഡയറക്ഷനിലേക്കാണ് മാർക്ക് ചെയ്യുക. 2c√Kp മാർക്ക് ചെയ്തു. താഴെ എന്ത് വരും, Kp∆H പ്ലസ് 2c√Kp മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ ചെയ്യണ പോലെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ.